നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് കഥകളിലൂടെയാണ് ശരിക്കും മനുഷ്യന് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കൊച്ചുകുട്ടി മുതൽ വലിയ ആളുകൾ സിനിമയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കഥകൾ നല്ല ആർക്കിടെക്ട്സിനെ നമുക്ക് ഉണ്ടാക്കിത്തരും. കാൾ ജുങ് പറയുന്നത് എന്താണ്? കാൾ ജുങ് പറയുന്നത് സൈക്കോളജിയിൽ വി ഡോണ്ട് ഹാവ് ബെറ്റർ ആർക്കിടെക്ട്സ്, നല്ല റോൾ മോഡൽസ്. അതാണ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 സെൻസിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം. ഒരു പട്ടിയെ കുറച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ക്രോസ് ചെയ്ത് വരാം, ചിലർക്ക് വരാൻ പറ്റത്തില്ല. എപ്പോഴോ 5 സെൻസിലൂടെ ഈ പട്ടിയുടെ ഒരു ആർക്കിടൈപ്പ് ഉള്ളിൽ കയറി. പട്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനാലിൻ ട്രിഗർ ചെയ്യണം എന്നുള്ള ഒരു പ്രോഗ്രാം. ഓടണം അല്ലെങ്കിൽ രക്ഷപ്പെടണം. ആ പട്ടി നേരത്തെ ഓടിച്ചിട്ട് കടിച്ചു കാണും, അല്ലെങ്കിൽ പേടിപ്പിച്ച് കാണും. പിന്നെ എപ്പോൾ പട്ടിയുടെ സൗണ്ട് കേട്ടാലോ കാഴ്ച കണ്ടാലോ ഈ പ്രോഗ്രാം ആർക്കിടൈപ്പ് ആക്റ്റീവായിട്ട് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിൽ അഡ്രിനാലിൻ ട്രിഗർ ചെയ്ത് ബോഡിയിൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് കൊണ്ടുവന്ന് അനിമൽ ബോഡിയാണ്, സിമ്പർ സിസ്റ്റം ആക്റ്റീവ് ആകുന്നു, ബ്രീത്തിങ് പാറ്റേൺ സ്പീഡ് ആകുന്നു. സോ ഓടാനുള്ള സംവിധാനത്തിലേക്ക് ബോഡി മാറ്റുന്നു. ഇത് ആണ് ആർക്കിടൈപ്പ്, ഈ ചേഞ്ചസ്. അപ്പൊ അതുപോലെ നല്ല ആർക്കിടൈപ്സ് നമുക്ക് ആവശ്യമുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ചെരുപ്പ് ഊരിയിട്ടിട്ട് സ്പർശം, കാഴ്ച, കേൾവി, 5 സെൻസിലൂടെ ടേസ്റ്റ് വരെ പായസമൊക്കെ വെച്ച് ഒരു വിഗ്രഹം, ഒരു ഫിഗർ, ഒരു കഥാപാത്രം, നോവലിന്റെ ഒരു കഥ, ഒരു പുരാണ കഥയിലെ കഥാപാത്രം, ആ ദേവത വന്ന് അസുരന്മാരെ കൊന്ന് രക്ഷപ്പെടുത്തുന്ന ആ കഥാപാത്രം എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ആർക്കിടൈപ്പ് ഫോമിംഗ് ആണ് ഇമോഷൻ. ഭക്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ ആർക്കിടൈപ്പ് കംപ്ലീറ്റ് ആയി. തന്ത്രശാസ്ത്രത്തിന്റെ പ്രത്യേകത ഏതാണ്? അങ്ങനെ ഒരു ആർക്കിടൈപ്സ് ആണ്. അതിലൂടെ നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ്, കോൺഫിഡൻസിന്റെ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ കിട്ടും. കുറച്ച് ദിവസം ശരിയായി ദീക്ഷയെടുത്ത് ഉപാസന പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്